ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ പറയുക, നമ്മൾ മസ്കറ്റിലേക്ക് പോകുമ്പോഴുള്ള 2 ടണലുണ്ട്. അതായത് ടണൽ എന്ന് പറഞ്ഞാൽ നല്ല വലിയ മല തുരന്ന് റോഡാക്കിയിട്ട് അപ്പുറത്ത് കിടക്കുന്ന. അതപ്പോൾ അങ്ങനെ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ആക്കിയത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം എന്നുള്ളതാണ്. അതായത് മസ്കറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പ വഴി മല 2 തുറന്നിട്ട് 2 ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ടണലിലൂടെ പോകുമ്പോൾ എടുക്കുന്ന ഒരു വീഡിയോ ഇതാണ്. ആ ടണൽ ഞാൻ പറഞ്ഞില്ല, അത് പോകുമ്പോഴുള്ളതും ഈ ലെഫ്റ്റ് സൈഡ് വരുമ്പോഴുള്ളതുമാണ്. ഇത് പോകുമ്പോഴുള്ള വഴിക്കൂടാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. ഇത് കുറച്ച് വലിയ ടണൽ. ഇതെന്ന് പറഞ്ഞാൽ വലിയ മല, അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ റോഡാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. കാണുന്നുണ്ടോ ഇത്? അപ്പോൾ ഇവിടെ ഇതിനൊരു ലിമിറ്റ് സ്പീഡ് ഉണ്ട് കേട്ടോ. അതിന് ആ ലിമിറ്റ് സ്പീഡിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ടണലാണ്. ഇത് കുറച്ച് വലുപ്പമുണ്ട്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ചെറിയ ടണൽ, അത്ര ലോങ് ഇല്ല. അപ്പോൾ അത് ചെറിയ മല ആയിരിക്കും, ഇത് വലിയ ലോങ് മല ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ അധികം മലകളാണല്ലോ ഉള്ളത്. നമ്മൾ ഒമാൻ എന്ന് പറഞ്ഞാൽ ചുറ്റിലും അധികം മലകളുള്ള ഒരിതാണ്. പിന്നെ ആൾക്കാർ കുറവാണ്. വലിയ രാജ്യമാണ്. സൗദി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒമാനാണ് വലിയ രാജ്യമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതാ ഈ ഫസ്റ്റത്തെ ടണൽ കഴിഞ്ഞിട്ടോ. ഇനി സെക്കൻഡ് ടണൽ കുറച്ചും കൂടി റോഡ് കടന്നിട്ട് അത് അപ്പുറത്തത് അവിടെ എത്തണം, അതിൻ്റെ മലൻ്റെ അവിടെ എത്തണം. അപ്പം ഞാൻ ഇതിൽ പിന്നെ കുറച്ച് മസ്കറ്റ് കാഴ്ചകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടണൽ ഇട്ടിട്ടില്ല ഈ ചാനലിൽ. അപ്പം ഞാൻ ഈ ടണലും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത് കേട്ടോ. അപ്പം ഞാനെപ്പോഴും പറയാവുന്ന പോലെ ഇത് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇവൾക്ക് ഈ മരുഭൂമിയെ കാണിക്കാനേ ഉള്ളൂ എന്ന് ആരും ചിന്തിക്കേണ്ട. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. പിന്നെ നിങ്ങൾ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ടണൽ ഇപ്പോൾ ദാ വരും. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ചുറ്റിലും മലകളുള്ള ഏരിയയിലൂടെ നമുക്ക് റോഡ് എന്താ പറയുക, നമ്മളല്ലെങ്കിൽ മറ്റേ വഴിയിലോ സഹാറ വഴിയാണ് പോവാറ്. ഇപ്പോൾ ഇത് നമുക്ക് എളുപ്പമുള്ള ഒരു വഴിയാണ്. ഇപ്പോൾ ഈ ടണലിലൂടെ നമ്മളിപ്പോൾ പോകുന്നത്. അധികം എല്ലാവർക്കും അറിയാം ഈ വഴി ഏതാ എന്നൊക്കെ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് സോഹാറ വഴി, മറ്റേത് സൂറ് വഴി. സൂറ് വഴി കുറച്ചും കൂടി ലോങ് ആണ് കേട്ടോ. ഇത് സോഹാറ വഴിയാണ് കേട്ടോ. അപ്പം അടുത്ത ടണലിലേക്ക് നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത് സോഹാറ വഴിയാട്ടോ. മറ്റേത് സൂറ് വഴിയാണ് ആദ്യം പണ്ടുള്ള വഴി. ഇപ്പോൾ ഈ വഴി ഓപ്പൺ ആയപ്പോൾ എല്ലാവരും, അധികം ആൾക്കാരും മസ്കറ്റിലേക്ക് ഇപ്പോൾ എയർപോർട്ടിൽ പോകണമെങ്കിൽ ഇതിലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടില്ല മലകളൊക്കെ. അപ്പോൾ ഇത് സെക്കൻഡാണ് നമ്മൾ ബാക്കിലൊന്ന് കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ ടണലിലേക്ക് കയറി. ഇത് ചെറിയൊരു ടണലാണ്, ഇത് പെട്ടെന്ന് തീരും. അപ്പോൾ കണ്ടില്ല, ഇത് പെട്ടെന്ന് തീർന്നു. മറ്റേ കുറച്ചും കൂടി ലോങ് ഉണ്ടായിരുന്നു. ഇതൊക്കെ മല എന്ന് പറയണം, എന്ത് ഭയങ്കര കഴിവല്ലേ മലയൊക്കെ തുറന്നിട്ട് ഇങ്ങനെ റോഡാക്കണേ. അതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. കഴിഞ്ഞത് പുറത്തിറങ്ങി ഇത്തിരി കൂടി ഞാനിങ്ങനെ ലോങ് പിടിച്ചെന്നുള്ളൂ റോഡ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഇനിയും കുറേ കാഴ്ചകളൊക്കെ കാണിച്ചു തരാനുണ്ട്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പം അങ്ങനെ പുറത്തേക്കൊന്നും പോകുന്നില്ല. അങ്ങനെയുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ.